ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഗാർഡനിങ്, അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് അമ്മ പറഞ്ഞുതരും. ഇതാണ് എൻ്റെ അമ്മ. ഹലോ അമ്മേ. ഓക്കെ, പറഞ്ഞു ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. കുറച്ച് ഒച്ചേ പറ. അവക്കാഡോ മരമാണ്. കായ്ക്കാനായിട്ടില്ല. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനാണ് പൂക്കുന്നത്. ഡിസംബർ ആയല്ലോ. ഇത് ഞങ്ങൾ പിന്നെ വെള്ളം കുടിക്കുന്ന നാരങ്ങയാണ്. നാരകമാണ്. നല്ല രസം, നല്ല രുചിയുള്ള വെള്ളമാണ്. ഇതിൻ്റെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ ഇത് കുറച്ച് ഒച്ചേ പറ. ഇത് പേരയ്ക്കാമരമാണ്. അത് കായ്ച്ചിട്ടില്ല. പിന്നെ അത് ജാതിയാണ്. ജാതിയിൽ കുറേ പ്രാവശ്യം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കായ ഉണ്ടായിരുന്നു. ഒരു വർഷം കായ്ച്ചാൽ ഒരു വർഷം കുറവായിരുന്നു. ഇതെന്താ? ഇത് അവക്കാഡോ മരമാണ്. അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചു. ഇപ്രാവശ്യം അതിന് ഇല ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അത് എനിക്ക് അതിൻ്റെ ചോടിന് മരത്തിനെന്തോ കേടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതങ്ങനെ നിൽക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കാപ്പിത്തൈയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ കാപ്പിത്തൈയുണ്ട്, മുരിങ്ങയുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മഞ്ഞളാട്ടോ ഇത്. ഇതെന്ത് തരം മഞ്ഞളാ? ഇത് നാടൻ മഞ്ഞളാണ്. ഇത് നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് നട്ട് ആണ്. പറിക്കാൻ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറിച്ച് നമുക്ക് ഉണങ്ങിയെടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് നെൽക്കടല നട്ടതാണ്. മുളച്ചിട്ടില്ല. നട്ട് 2 ദിവസമായുള്ളൂ നട്ടിട്ട്. നെൽക്കടലയോ? 2-3 ദിവസം കഴിയണല്ലോ. എന്ത് നെൽക്കടല. ഇതെന്താ? ഇത് ഒരു ചെറുനാരകത്തിൻ്റെ തൈ നട്ടതാണ്. അതും ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ്. കൂമ്പെടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് കൂർക്കൽ നട്ടേക്കണതാണ്. ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് ഇച്ചിരി വലിയൊരു വള്ളി കൂർക്കൽ നട്ടിട്ടുണ്ട് ഞാൻ. ഇതും ജാതിയാണ്. ഇത് നമ്മുടെ സപ്പോട്ട. അത് നന്നായിട്ട് നിറച്ച് പൂത്ത് നിൽക്കുന്നു. കായൊക്കെ ആയി വരുന്നു. പിന്നെ ഞങ്ങൾ ചെന്തങ്ങ കുടിക്കുന്ന വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ചെന്തങ്ങ. പിന്നെ കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട്. ഇതെന്താ? ഇത് നെൽക്കടലയാണ്. ഇത് ഞങ്ങൾ പയർ നട്ടേക്കണം. ഇത് 2 ദിവസമായുള്ള നട്ടിട്ട് മുളയ്ക്കാനായിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് നെല്ലി. എന്താ? ഇത് നെല്ലിമരം. മധുര നെല്ലിക്കയോ? അല്ലല്ല, നെല്ലിക്കയില്ലേ, തയ്യ മേടിച്ച് നട്ടതാണ്. ഇതും പിന്നെ ഇതാണ് കൂർക്കലാണ് കേട്ടോ. ഇതൊക്കെ പയർ നട്ടേക്കുന്നതാണ്. മുളച്ചിട്ടില്ല. 2 ദിവസം കഴിയണം മുളക്കണമെങ്കിൽ. മുളയ്ക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തിടാം. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നട്ടേക്കണതാണ്. അതിന് ഞങ്ങൾ ടയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. അവിടുത്തെ കൂടെ പറ, ബാക്കി നാളെ പറയാം. അങ്ങോട്ട് വാ. ഇതെന്താ ഇവിടേക്ക്? എന്താ പറ. ഇവിടെ ഞങ്ങൾക്കൊരു പ്ലാവുണ്ട്. ഇതൊരു കഴിഞ്ഞ വർഷം ചക്ക കഴിച്ചായിരുന്നു. ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് കഴിച്ചത്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ കായ്ക്കാനോ ചെറിയ പൂവ് ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു പൂച്ചെടിയുണ്ട് കേട്ടോ. അങ്ങോട്ട് വാ. ഇതൊക്കെ ഇത് ജാതി അല്ലേ? ഇത് കപ്പ. പറ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ട കപ്പയിൽ ഒരു 2 കോടി കപ്പ വെള്ളമാണ്. ഇവിടെ പറിച്ച് നോക്കിയാലേ അറിയാം. ഇന്നൊരു കഷ്ണം പറിച്ചിട്ട് ഞങ്ങളൊന്ന് പുഴുങ്ങി നോക്കട്ടെ കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ മാവ്. ഇതിൽ കുറച്ച് മാങ്ങ ഉണ്ടാവും. പിന്നെ നല്ല മാങ്ങയാണ്. ഒത്തിരി വലിയ മാങ്ങ എന്തെങ്കിലും നല്ല മാങ്ങ കേട്ടോ. പിന്നെ അത് ഞങ്ങളുടെ റംബൂട്ടാൻ. കഴിഞ്ഞ വർഷം റംബൂട്ടാനിലും ഇതുപോലെ നന്നായിട്ട് ഒത്തിരി കായ്ക്കായിരുന്നു. പ്രാവശ്യം ഇനി കായ്ക്കാനാകുന്നേ ഉള്ളൂ.
ഈ ജാതിയിൽ ഒരു നന്നായിട്ട് കായുണ്ട് കേട്ടോ. നല്ല കായായി. നമ്മുടെ തോട്ടത്തിൽ ഒരുപാട് ജാതിക്കുണ്ടല്ലോ, ജാതിൻ്റെ ഒത്തിരി ജാതിമരമുണ്ട്. അതിലിപ്പോൾ ഉള്ള ജാതിമരം ഇത്ര ഉള്ളതിൽ നന്നായിട്ട് കായ്ച്ചിരിക്കുന്ന ഒരു ജാതിമരം ഇതാണ്. പിന്നെന്താ, പിന്നെ അപ്പുറത്തതായ ജാതിൻ്റെ അപ്പുറത്ത് ഒരു പൂച്ചെടിയുണ്ട്. പിന്നെ ഞങ്ങൾ കപ്പ നട്ടിട്ടുണ്ട്. ഇത് വാഴ, വേറെ 2 വാഴ ഉണ്ടല്ലോ എനിക്ക്. ഇത് വാഴ, ഇത് പിന്നെ റോബസ്റ്റ വാഴ കേട്ടോ. ആ ഓക്കെ, വേറെ 2 വാഴ ഉണ്ടല്ലോ, ഒരു വാഴ എവിടെ? വേറെ 2 വാഴകളുള്ളതിൽ ഒന്ന് വീഡിയോ എടുക്കുന്നു, പിന്നെ ഒന്ന് പിന്നെ ബാംഗ്ലൂർ പഠിക്കുക. ഓക്കെ ഓക്കെ, ബൈ ഗൈസ് എന്ന് പറയാം. ഓക്കെ ബൈ ഗൈസ്. ഞാൻ കത്തി എന്നിട്ട്